തീർച്ചയായിട്ടും ഇന്നത്തെ ചെന്നിത്തലയുടെ പ്രസംഗം തന്നെയാണ് ഏറ്റവും പ്രധാനം. എൻ്റെ സെക്യുലർ ക്രെഡൻഷ്യൽസിനെ തകർക്കാനുള്ള ഗൂഢാലോചന നടക്കുന്നു എന്നായിരുന്നു അന്ന് 2013 അദ്ദേഹം വാർത്താസമ്മേളനത്തിൽ പറഞ്ഞത്. അതിനുശേഷം തികച്ചും NSSൽ നിന്ന് അകന്നു നിൽക്കുകയായിരുന്നു. ഇന്ന് അദ്ദേഹത്തിൻ്റെ ഉണ്ണിവാർഷം പറഞ്ഞ കാര്യം തന്നെ മതനിരപേക്ഷതയുടെ ഏറ്റവും ശ്രേഷ്ഠവും കുലീനവുമായ ബ്രാൻഡാണ് NSS എന്നാണ് അദ്ദേഹം ആവർത്തിച്ചു പറയുന്നത്. അതോടൊപ്പം തന്നെ വർഗീയമായ സാഹചര്യങ്ങൾക്കെതിരെ എങ്ങനെയൊക്കെയാണ് NSS പൊരുതിയിട്ടുള്ളത്, അത് മന്നത്തിൻ്റെ സംഭാവനകൾ എടുത്തു കാണിക്കുന്നു. സുകുമാരൻ നായർ എടുത്ത ശ്രമങ്ങൾ, ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ശ്രമങ്ങൾ, ഇത് സമുദായത്തിനകത്ത് തന്നെ സ്വാശ്രയ സംഘങ്ങളിലൂടെ പാവപ്പെട്ടവരെ സഹായിക്കാൻ നടത്തിയിരിക്കുന്ന ശ്രമങ്ങൾ എടുത്തു പറയുന്നു. ഇതൊക്കെ തന്നെയും എടുത്തു പറഞ്ഞുകൊണ്ട് സമുദായത്തിൻ്റെ അഭ്യുന്നതിക്ക് വേണ്ടി മാത്രമല്ല, പുറത്ത് ബാക്കി എല്ലാവരും ഒരുമിച്ച് കൊണ്ടുപോകുന്നതിലും NSS എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നുള്ള കാര്യമൊക്കെയാണ് അദ്ദേഹം ദീർഘമായ പ്രസംഗത്തിൽ ചൂണ്ടിക്കാണിക്കുന്നത്. അപ്പുറത്ത് സുകുമാരൻ നായർ ഇതിനു മുമ്പ് നമ്മൾ ക്ഷണിച്ചത് മറ്റൊരു അതിഥിയാണ് നമ്മൾ ഉദ്ദേശിച്ചിരുന്നത് എന്ന് പറയുന്നു. അത് അറ്റോർണി ജനറലിനെയാണെന്ന് മനസ്സിലാക്കുന്നു. അപ്പോൾ അതിലും മികച്ച ഒരു ഉദ്ഘാടകനെ നമുക്കിപ്പോൾ കിട്ടിയിരിക്കുന്നു എന്നാണ്. അദ്ദേഹം വന്നില്ല, അദ്ദേഹം ചില സാങ്കേതിക കാരണങ്ങളാണ് പറഞ്ഞത്. അതിനെക്കുറിച്ച് ഞാൻ കൂടുതൽ പറയുന്നില്ല എന്ന് അദ്ദേഹം പറയുന്നു. അതിനുശേഷം പറയുന്നതാണ് അതിലും മികച്ച ഒരു ഉദ്ഘാടകനെ നമുക്ക് കിട്ടിയിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇക്കാര്യത്തിൽ ചെന്നിത്തലയുടെ കാര്യത്തിൽ അദ്ദേഹം പറഞ്ഞു വരുന്നത്. ചെന്നിത്തല NSSൻ്റെ പുത്രനാണ് എന്ന് പറയുന്നു. അപ്പോൾ ആ അകലം മാറിയിരിക്കുന്നു. ആ തെറ്റുതിരുത്തൽ എന്ന വാചകം വരുമ്പോൾ നേരത്തെ ശശി തരൂരിൻ്റെ കാര്യത്തിലും ആ തെറ്റുതിരുത്തൽ തന്നെയാണ് അദ്ദേഹം പരസ്യമായി തന്നെ പ്രതികരിച്ചിരിക്കുന്നത്. അപ്പോൾ NSSന് യഥാർത്ഥത്തിൽ എല്ലാ കാലത്തും കോൺഗ്രസിൻ്റെ ഒരു നിലനിൽപ്പ് എന്ന് പറയുന്നത് നായർ വോട്ട്, മുസ്ലിം വോട്ട്, അതോടൊപ്പം ക്രിസ്ത്യൻ വോട്ട്, ഇത് ആ ഇക്വേഷനാണ്. ആ ഇക്വേഷനിൽ ചില ഘട്ടങ്ങളിൽ ചില മാറ്റം വരികയും നായർ വോട്ടുകളിൽ ഒരു വലിയ ഭാഗം തന്നെ BJPയിലേക്ക് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയൊക്കെ കോൺഗ്രസിനെ സംബന്ധിച്ച് ആശങ്കയുണ്ടാക്കിയ കാര്യമാണ്. അപ്പോൾ നേരത്തെ ഇപ്പോൾ VD സതീശനായാലും ഇപ്പോൾ നടത്തിയ പ്രതികരണങ്ങൾ, ഈ വിവാദങ്ങളൊക്കെ, ഈ ക്ഷണത്തിൻ്റെ വാർത്തയൊക്കെ വന്ന ഘട്ടത്തിൽ ഈ തിണ്ണനിരങ്ങൾ പ്രയോഗത്തിലൊക്കെ അദ്ദേഹം ഒരു വിശദീകരണം കൂടി നടത്തുന്നുണ്ട്. ഇപ്പോൾ അങ്ങനെയല്ല അദ്ദേഹം അത് പറയുന്നത്. സമുദായ നേതാക്കൾക്ക് എന്തും പറയാനുള്ള അധികാരമുണ്ട് എന്ന് അന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇന്ന് അദ്ദേഹം അത് എടുത്തു പറയണമെങ്കിൽ ഇത് ചെന്നിത്തല നടക്കുന്ന നീക്കങ്ങൾക്ക് ഒരു മറുപടി എന്ന നിലയ്ക്കാണ്. അപ്പോൾ ഇവിടെ ചെന്നിത്തല ഇപ്പോൾ മുന്നോട്ട് വരുന്നു. അദ്ദേഹം വാർത്തയിലേക്ക് ഞാനുമുണ്ട് ഈ റേസിൽ എന്ന് അദ്ദേഹം കൃത്യമായി തെളിയിച്ചിരിക്കുന്നു. അത് മാധ്യമങ്ങൾക്ക് മുന്നിൽ അത് കൃത്യമായി അവതരിപ്പിക്കാനും അദ്ദേഹത്തിന് കഴിയുന്നുണ്ട്. അദ്ദേഹത്തെ വിവിധ പരിപാടികൾക്ക് ക്ഷണിക്കുന്നു. SNDP യോഗത്തിൻ്റെ പരിപാടികൾ ക്ഷണിച്ചു. അതിനുശേഷം ഇതാ ഇപ്പോൾ NSSൻ്റെ പരിപാടി. ഇനിയിപ്പോൾ ലീഗിൻ്റെ പ്രധാനപ്പെട്ട നേതാക്കളുള്ള സാദിഖ് അലി തങ്ങൾ അധ്യക്ഷനായ ജാമിയ നൂരിയ സമ്മേളനം 4-ാം തീയതി നടക്കുമ്പോൾ മഞ്ചേരിയിൽ ഇനി 11-ാം തീയതി നടക്കാൻ പോകുന്ന ജാമിയ ഇസ്ലാമിയ കോളേജിൻ്റെ 35-ാം വാർഷിക സമ്മേളനത്തിൻ്റെ ഉദ്ഘാടന സമ്മേളനം അദ്ദേഹം ഉദ്ഘാടനം ചെയ്യും. അത് ലീഗ് വിരുദ്ധരുടേതാണ്. അതാണ്. അപ്പോൾ രണ്ടു കൂട്ടർക്കും സ്വീകാര്യനാകുന്നു താൻ എന്ന് അദ്ദേഹം കൃത്യമായി ഇവിടെ കാണിച്ചു വെക്കുന്നു. പക്ഷേ ഈ ജാമിയ നൂരിയ സമ്മേളനത്തിൽ യഥാർത്ഥത്തിൽ കഴിഞ്ഞ തവണ ക്ഷണിതാവായിരുന്നത് VD സതീശനാണ്. അപ്പോൾ ഓരോ തവണ ഓരോ നേതാക്കൾ എന്നാണ് വരുന്നത്. അപ്പോൾ അങ്ങനെ മാറി ക്ഷണിച്ചതാണ് എന്ന ലീഗ് വൃത്തങ്ങളിൽ നിന്ന് അങ്ങനെ ഒരു പ്രതികരണം വരുന്നുണ്ട്. ഇതിലൊരു പ്രത്യേകതയൊന്നും ഇല്ല എന്ന്. പക്ഷേ മലബാറിലേക്കും അദ്ദേഹം തൻ്റെ സാന്നിധ്യം അറിയിക്കുന്നു. അവിടെ അതിനുശേഷം സാമുദായിക നേതാക്കളുമായി അദ്ദേഹം ഒരു കൂടിക്കാഴ്ച നടത്തിയേക്കുമെന്നും അനൗദ്യോഗിക വിവരമുണ്ട്. അപ്പോൾ അവിടെ നിന്നുള്ള പിന്തുണ ആർജിക്കാനുള്ള ശ്രമം ഇവിടെ നടത്തുന്നു. പക്ഷേ യഥാർത്ഥത്തിൽ ഈ ന്യൂനപക്ഷ വോട്ടുമായി ബന്ധപ്പെട്ട് ഇപ്പോഴത്തെ സാഹചര്യമാണ്. പഴയ സാഹചര്യത്തിൽ നിന്നും കാര്യങ്ങൾ മാറുന്നു. അന്ന് ഏത് തരത്തിലാണ് ന്യൂനപക്ഷം അല്ലെങ്കിൽ മുസ്ലിം ലീഗ് 5-ാം മന്ത്രിസ്ഥാനത്തിൽ ഉറച്ചു നിൽക്കലിൽ ഉമ്മൻചാണ്ടിക്ക് ഒരു ചർച്ച പോലും നടത്താതെ ഒരു തീരുമാനത്തിലേക്ക് പോകേണ്ടി വന്നു. ഇന്ന് നേരെ തിരിച്ചുള്ള സാഹചര്യം BJP എന്ന ഒരു പാർട്ടിയുടെ കൂടെ വരവോടുകൂടി വന്നിട്ടുണ്ട്. ഒരു ഘട്ടത്തിൽ NSS BJPയിലെ ചില നേതാക്കളെ സഹായിക്കുന്ന ഒരു ശ്രമത്തിലേക്കും പോയി, ചില തെരഞ്ഞെടുപ്പുകളിൽ ഒരു പിന്തുണ കൊടുത്തു. പക്ഷേ അതൊന്നും വിജയത്തിലേക്ക് എത്തിയില്ല. അപ്പോൾ യഥാർത്ഥത്തിൽ ഒരുമിച്ച് പോകേണ്ടത് കോൺഗ്രസുമായിട്ട് തന്നെയാണെന്നൊരു തിരിച്ചറിവ് NSSനുമുണ്ട്. തിരിച്ച് കോൺഗ്രസിനെ സംബന്ധിച്ചും NSS എല്ലാ കാലത്തും കോൺഗ്രസിനൊപ്പം നിൽക്കേണ്ട സംവിധാനമാണ് എന്നൊരു തോന്നൽ കോൺഗ്രസിനുമുണ്ട്. അപ്പോൾ ഇനി VD സതീശൻ ഇനി അടുത്തൊരു സ്റ്റെപ്പ് ഇടുമോ എന്നുള്ളതാണ് നമുക്ക് അറിയേണ്ടത്. യഥാർത്ഥത്തിൽ ഇപ്പോൾ ചെന്നിത്തലയുമായി ബന്ധപ്പെട്ടുള്ള വിഷയം അവിടെ മാറിയിരിക്കുന്നു. ഇനി അങ്ങോട്ടുള്ള ചർച്ചകളിൽ ഇനി എന്തൊക്കെ നടപടികളിലേക്ക് രമേശ് ചെന്നിത്തല പോകുന്നു എന്നുള്ളതാണ് പ്രധാനം. ഇനിയിപ്പോൾ അടുത്ത KPCC അധ്യക്ഷൻ ആരാകണമെന്നുള്ള കാര്യത്തിൽ ഒരു നിർദ്ദേശം മുന്നോട്ട് വയ്ക്കുകയോ, ഒരു പേര്, അതൊരു ക്രിസ്ത്യൻ പേരാണെങ്കിൽ ആ പേര് മുന്നോട്ട് വെച്ചുകൊണ്ട് അദ്ദേഹം ഒരു മുൻകൈയെടുത്ത് ചില ശ്രമങ്ങൾ നടത്തുകയോ ചെയ്യാനുള്ള സാധ്യതകളും അവിടെ നിൽക്കുന്നു. ചില പേരുകൾ ഉയർന്നു വരുന്നുണ്ട്, ചില മുതിർന്ന നേതാക്കളുടെ പേരുകൾ ഉയർന്നുണ്ട്. ആ പേര് ഉയർത്തിക്കാട്ടിക്കൊണ്ട് ചെന്നിത്തലയും ആ നേതാവും തമ്മിലുള്ള ഒരു ഇക്വേഷനിലേക്ക് കൊണ്ടുവരാൻ പറ്റുമോ എന്നൊരു ശ്രമം ചെന്നിത്തല നടത്തുമെന്നുള്ള സൂചനകളുണ്ട്. അങ്ങനെ വരുമ്പോൾ ഇപ്പോൾ നേരത്തെ ഉമ്മൻചാണ്ടി ഗ്രൂപ്പിനൊപ്പം നിന്നിരുന്ന, ഇപ്പോൾ സുധാകരനൊപ്പം നിൽക്കുന്ന കുറേ പേരെങ്കിലും
വി ഡി സതീശനോട് എതിർപ്പുള്ള കുറേ പേരെങ്കിലും ഇപ്പോൾ ചെന്നിത്തലയ്ക്ക് പരസ്യമായിട്ടല്ലെങ്കിലും ഒരു പിന്തുണ നൽകുന്നുണ്ട്. യഥാർത്ഥത്തിൽ ഈ പരിപാടികളിലൊക്കെ ചെന്നിത്തല പോകാൻ ഉള്ള ഒരു സഹായം ആയി നിൽക്കുന്നതും അല്ലെങ്കിൽ ഈ പരിപാടികൾക്ക് ചെന്നിത്തലയുടെ പേര് നിർദ്ദേശിക്കുന്ന പോലും ഇതിൽപ്പെട്ട ചില നേതാക്കളാണെന്ന സൂചനകളുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു പിന്തുണ പുറത്തുനിന്ന് ഇപ്പോൾ ആരൊക്കെ ഏതൊക്കെ പേരുകൾ എന്നുള്ളത് ഞാൻ ഇപ്പോൾ പറയുന്നില്ല. അതൊരു പരസ്യമായ ഐക്യത്തിലേക്ക് വരുന്ന ദിവസങ്ങൾ അധികം വൈകാതെ ഉണ്ടാകും. കോൺഗ്രസിൽ ഇങ്ങനെ നാടകീയമായ കാര്യങ്ങളാണ്. അപ്പുറത്ത് വി ഡി സതീശനെ സംബന്ധിച്ചാണെങ്കിൽ വി ഡി സതീശന് അവിടെ KCയുടെ പിന്തുണയുണ്ട്. രാഹുൽ ഗാന്ധി തന്നെയാണ് അതിൽ പ്രതിപക്ഷ നേതാവായി നേരത്തെ വി ഡി സതീശനെ ചൂണ്ടിക്കാണിച്ചത്. അപ്പോൾ അദ്ദേഹം തെരഞ്ഞെടുപ്പുകൾ വിജയിപ്പിച്ച ഒരു ചരിത്രം കൂടിയുണ്ട്. അപ്പോൾ പെട്ടെന്ന് ഇങ്ങോട്ട് രംഗപ്രവേശം ചെയ്ത് അന്ന് തന്നെ മാറ്റിയത് മാന്യമായല്ല എന്നുള്ള കാര്യം അദ്ദേഹം ഇടയ്ക്കിടയ്ക്ക് ഓർമ്മിപ്പിക്കുന്നു. ഞാൻ അത് ഹൈക്കമാൻഡിനെ ഓർമ്മിപ്പിക്കും, എന്നോട് കാട്ടിയത് അനീതിയാണ് എന്ന് അദ്ദേഹം ഈ അടുത്ത അഭിമുഖത്തിലും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അനീതി മാറ്റാനുള്ള സമയമായി, എനിക്കിതാ ഇവിടെ നിന്നൊക്കെ പിന്തുണ എല്ലാ ഭാഗത്തു നിന്നുണ്ട് എന്ന് ചൂണ്ടിക്കാണിക്കാനുള്ള ശ്രമങ്ങൾ ഇതിൽ രമേശ് ചെന്നിത്തല നടത്തും. ഇനി ക്രൈസ്തവ വിഭാഗങ്ങളുമായുള്ള ഒരു കൂടിക്കാഴ്ചയും അല്ലെങ്കിൽ അവരിലേക്ക് കൂടി ഇറങ്ങിച്ചെല്ലാനുള്ള ഒരു കാര്യം കൂടി ഇനി ചെന്നിത്തലയുടെ ഭാഗത്ത് നിന്ന് വരാനുള്ളൂ. ആ പ്രതികരണങ്ങളോട് വന്നു കഴിഞ്ഞാൽ ഞാൻ എല്ലാവർക്കും സർവ്വസ്വീകാര്യൻ എന്ന രൂപത്തിലേക്ക് അദ്ദേഹത്തിന് സ്വയം അവതരിപ്പിക്കാം. അങ്ങനെ അവതരിപ്പിക്കുമ്പോൾ അദ്ദേഹം സ്വയം അവതരിപ്പിക്കുകയാണോ, അദ്ദേഹത്തിന് വലിയ പിന്തുണയുണ്ടോ എന്നൊക്കെ ദിവസങ്ങൾ തെളിയിക്കും. നാളെ മുനമ്പം സന്ദർശിക്കുന്നുണ്ട്. അപ്പോൾ മുനമ്പത്തിലൊരു നിലപാട് എന്താണ് ചെന്നിത്തല പറയാത്തതെന്ന് ചോദ്യം വരുന്നുണ്ട്. അത് പറയുവാൻ കേൾക്കാം. ഈ വിഷയത്തിൽ പ്രതികരിക്കാത്ത നേതാവ് കൂടിയാണ് രമേശ്. അതെ. നാളെ ആ പ്രതികരണം വരും. Meet the editors.